Hello dear students, welcome back to School at Home. Today we are going to discuss about a new chapter, that is chemical messages for homeostasis. The whole chapter is discussed about the importance of endocrine glands and its secretions as hormone in our body. And it is very interesting chapter. Don't waste time, let's move on to the chapter. So this is your third chapter in biology. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഈ ഒരു ചാപ്റ്റർ തുറന്നു വരുമ്പോൾ തന്നെ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് വാട്ട് ആർ ദേ ടോക്ക്ഡ് അബൌട്ട്. ഈ ഒരു പിക്ചറിനെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഹൗ വാസ് ഇറ്റ് ദാറ്റ് ദർ ഇസ് സോ മച്ച് ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ദ ടു? ഇവർ രണ്ടുപേരും തമ്മിൽ ഇത്രയധികം ഹൈറ്റിന് വ്യത്യാസം എന്താണെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ട് എന്താണ് ഈ കുട്ടി പറയുന്നത്? ടീച്ചർ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂ. ടീച്ചർ പറഞ്ഞത് ഹോർമോൺ തകരാറ് മൂലമാണ് ഇങ്ങനെ ഇവരിൽ ഹൈറ്റിന് ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. സോ വാട്ട് ഈസ് എ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂ? ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് എ ഹോർമോൺ ആൻഡ് വാട്ട് ഈസ് ആൻ എൻഡോക്രൈൻ സിസ്റ്റം? നമുക്ക് നോക്കാം എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന്. The endocrine system is an organ system that controls and coordinates all activities in the body. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? എൻഡോക്രൈൻ സിസ്റ്റമാണ്. സോ ദ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ആൻ ഓർഗൻ സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. ദിസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദെയർ സെക്രീഷൻ കോൾഡ് ഹോർമോൺസ്. സോ എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഇൻക്ലൂഡ് ചെയ്തതാണ് ഏതൊക്കെ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഹോർമോൺസും. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഉണ്ട്, ഹോർമോൺസും ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് എന്തെന്ന് പറയുന്നത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇനി എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് ആണ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, രാസ സന്ദേശവാഹകർ എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. കോശങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഹോർമോൺസ് ആണ്. അതുകൊണ്ടാണ് ഹോർമോൺസിന് എന്ത് പറയുന്നത്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഹോർമോൺസ് റെഗുലേറ്റ് ഓൾ സെല്ലുലാർ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ബോഡി. സോ നമ്മളിപ്പോൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്ന ഒരു ഓർഗാൻ സിസ്റ്റമാണ്. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ് ഏതൊക്കെയുള്ളത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതുപോലെ അതിൻ്റെ സെക്രീഷൻസ് ആയിട്ടുള്ള ഹോർമോൺസും ഉള്ളത്. ഹോർമോൺസ് ആണ് എന്ത്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. അത് റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? സെല്ലുലാർ ആക്ടിവിറ്റീസ് ആണ്. Endocrine glands do not have particular ducts to carry hormones to various tissues. Endocrine glandsൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡക്റ്റ്, നാളികൾ, കുഴലുകളൊന്നുമില്ല എന്ത് ചെയ്യാൻ? ഈ ഹോർമോൺസ് ക്യാരി ഔട്ട് ചെയ്യാൻ. എവിടേക്ക്? നമ്മുടെ ശരീരത്തിലെ മറ്റ് വേരിയസ് ടിഷ്യൂസിലേക്ക് ഹോർമോൺസ് എത്തണമെങ്കിൽ അത് പോകാനായിട്ട് ഒരു പർട്ടിക്കുലർ ഡക്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ഇല്ല. സോ ഹോർമോൺസ് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ശരീരത്തിലൂടെ ഒരു കുഴലുകളോടെയൊന്നും അല്ല പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ട്രാവൽ ചെയ്യുന്നത്? ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. ഹോർമോൺസ് ബ്ലഡിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെയും എത്തുന്നത്. സോ ഹോർമോൺസിന് പോകാനായിട്ട് എന്തില്ല എന്ന് പറയുന്നത്? പ്രത്യേക തരത്തിലുള്ള ഒരു ഡക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഹോർമോൺസിനെ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. സോ ദ ഹോർമോൺസ് ആർ കോൾഡ് ആസ് ഡക്ട്ലെസ് ഗ്ലാൻഡ് ബിക്കോസ് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡു നോട്ട് ഹാവ് എനി പെർട്ടിക്കുലർ ഡക്ട്സ് ടു ക്യാരി ഹോർമോൺസ്. ഹെൻസ് ദ ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. അതുകൊണ്ട് രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡു ദ ഹോർമോൺസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് ഫങ്ഷൻ ഇൻ ഓൾ സെൽസ്? അതായത് ബ്ലഡിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു പോകുന്ന ഹോർമോൺസ് എല്ലാ സെല്ലിലും ഫങ്ഷൻ ചെയ്യുമോ? നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽസ്. ഹോർമോൺസ് റീച്ച് എവറി സെൽ ഇൻ ദ ബോഡി ആസ് ദേ ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ബ്ലഡ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെയും ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡിലൂടെയാണല്ലോ ഹോർമോൺസ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഹോർമോൺസും നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും എത്തും ചെയ്യും. ബട്ട് ഈച്ച് ഹോർമോൺ ആക്ട്സ് ഓൺലി അപ്പോൺ ദോസ് സെൽസ് വിച്ച് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓരോ ഹോർമോൺസും ആക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സെല്ലിലായിരിക്കും. ആ സെല്ലിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സും ഉണ്ടായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോർമോൺ ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. ആ ഇൻസുലിൻ നിങ്ങൾക്കറിയാം
അതൊരു ഷുഗർ പേഷ്യൻസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ. ഷുഗർ എമൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ആരെങ്കിലുമൊക്കെ എന്തുണ്ടായിരിക്കാം, ഇങ്ങനെ ഷുഗർ പേഷ്യൻസ് ഉണ്ടായിരിക്കാം. സോ ഇൻസുലിൻ എന്ന ഹോർമോൺ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. അതുകൊണ്ടാണ് ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. സോ ഇൻസുലിൻ എന്ന ഹോർമോൺ ആ ഒരു ഷുഗർ കോമ്പൗണ്ട് എവിടെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, ആ ഒരു സെല്ലിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നുള്ളൂ. ഒരു ഹോർമോൺ ഒരു പെർട്ടിക്കുലർ സെല്ലിന് മാത്രമേ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റൂ. ആ സെല്ലിന് എന്തും വേണം, സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സും വേണം. എന്തിനു വേണ്ടിയിട്ട്? ഹോർമോൺസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. So each and every hormones acts only upon those cells which have specific receptor. The cell which are acted upon by hormones are their target cell. അപ്പോൾ ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഏത് സെല്ലിനെയാണോ ആക്ട് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെയാണ് പറയുന്നത് ടാർഗറ്റ് സെൽ. അപ്പോൾ എല്ലാ ഹോർമോണിനും എല്ലാ സെൽസിനെയും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പ്രത്യേക ഹോർമോണിന് ഒരു പ്രത്യേക സെല്ലിനെ മാത്രമേ ഫങ്ഷൻ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഹോർമോൺ ഒരു പ്രത്യേക സെല്ലിനെ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ സെൽ എന്ന് പറയുന്നത് ആ ഹോർമോണിൻ്റെ ടാർഗറ്റ് സെല്ലായിരിക്കും. സോ ഇൻസുലിൻ എന്ന ഹോർമോൺ നമ്മളെന്ത് പറഞ്ഞു, ഷുഗർ കോമ്പൗണ്ട് എവിടെയാണുള്ളത് ആ സെല്ലിനെ മാത്രമല്ല ആക്ട് ചെയ്യുള്ളൂ. സോ അതാണ് അതിൻ്റെ ആ ഇൻസുലിൻ ഹോർമോണിൻ്റെ ആ ഒരു ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് ആ ഒരു ഭാഗമായിരിക്കും. അങ്ങനെ ഒരുപാട് ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ എല്ലാ ഹോർമോണും നമ്മുടെ ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാവിടെയും എത്തുന്നുണ്ട്. എന്നാൽ എവിടെയാണോ അതിന് ഫങ്ഷൻ ചെയ്യേണ്ടത് ആ ഭാഗത്തെ സെല്ലിന് സ്പെസിഫിക് റിസപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. ഇനിയൊരു പിക്ചർ കാണിച്ചു തരാം, അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാവും. ഇതാണ് ഒരു ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആര് പോകുന്നത്, നമ്മുടെ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതറിയാലോ, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ബ്ലഡ് വെസൽ എന്തായാലും വേണം. എന്നാൽ ബ്ലഡിൻ്റെ ഒപ്പം പോകുന്നത് ആരാണ്, ഹോർമോണാണ് അല്ലേ. ഇതെല്ലാം ഈ ഒരു ബ്ലൂ കളർ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതെല്ലാം എന്താണ്, ഹോർമോൺ മോളിക്യൂൾസ് ആണ്. സോ ദിസ് ഹോർമോൺ മോളിക്യൂൾസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദി ബ്ലഡ്. ഇങ്ങനെ ഒരു ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡിനോടൊപ്പം ഹോർമോൺ മോളിക്യൂൾസും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹോർമോൺ മോളിക്യൂൾസ് ഇൻ ദ റിസപ്റ്റർ ഓഫ് സെൽ മെംബ്രെയിൻ. ഇതാണ് കേട്ടോ, ഇതാണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്, ഇതാണ് ഒരു കോശം. അതിനാണ് എന്തുള്ളത്, സ്പെസിഫിക് റിസപ്റ്റർ ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഇവിടേക്ക് വരുന്ന ഈ ഒരു ഹോർമോൺ, ഇപ്പോൾ ഈ ഒരു ഹോർമോണാണെന്ന് വിചാരിക്കും. ഈ ഒരു ഹോർമോണ് ഈ സെല്ലിനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് റിസപ്റ്റർ ഇതാണ്. ഈ ഇവിടെ ഒരു കുറച്ചുകൂടി ബ്ലൂ മാർക്കിൽ കണ്ടിട്ടില്ലേ, ഒരു വയലറ്റ്, അതാണ് സ്പെസിഫിക് റിസപ്റ്റർ എന്ന് പറയുന്നത്. അവിടേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. സോ അതെന്തായി മാറും, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയി മാറും. എന്നിട്ട് ഈ സെല്ലിന് ആവശ്യമായിട്ടുള്ള ഫങ്ഷനിങ് ഒക്കെ ഈ ഒരു ഹോർമോൺ ചെയ്യും. സോ ബ്ലഡിലൂടെ ഇങ്ങനെ ഹോർമോൺ ട്രാവൽ ചെയ്ത് വരുമ്പോൾ എവിടെയാണോ ആ ഒരു പെർട്ടിക്കുലർ ഹോർമോണിന് ഫങ്ഷൻ ചെയ്യേണ്ടത് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സെല്ലിൻ്റെ റിസപ്റ്ററായിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. അങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. ആ ഒരു സെല്ലിൻ്റെ എല്ലാ ഫങ്ഷനിങ്ങും ശരിയാക്കുന്നത് ആരാണ്, ഈ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് വഴിയാണ്. സോ ഇതെന്ന് പറയുന്നത് രണ്ടും സെല്ലാണ്. ഇതാണ് കേട്ടോ റിസപ്റ്റർ, ഹോർമോൺ റിസപ്റ്റർ എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഹോർമോൺസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഹോർമോൺ ഉണ്ട്. ഇൻസുലിൻ, അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ എപ്പിനെഫ്രിനും ഒന്നാണ്. അങ്ങനെ ഒരുപാട് ഹോർമോൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ എല്ലാ ഹോർമോണും എല്ലാ സെൽസിനെയും അല്ല ആക്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പർട്ടിക്കുലർ സെല്ലെത്തുമ്പോൾ ആ ഒരു ഏതാണോ ഹോർമോൺ അവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് റിസപ്റ്ററുമായി അറ്റാച്ച് ചെയ്തിട്ട് ഫങ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൺലി ദോസ് സെൽസ് ഹാവിങ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ക്യാൻ റിസീവ് എ സ്പെസിഫിക് ഹോർമോൺ. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏത് സെല്ലിനാണോ ഒരു സ്പെസിഫിക് റിസപ്റ്റർ ഉള്ളത് അതിന് മാത്രമേ ഒരു സ്പെസിഫിക് ഹോർമോണിനെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈച്ച് ഹോർമോൺ മോളിക്യൂൾസ് ബൈൻഡ്സ് വിത്ത് ദി റിസപ്റ്റർ ടു ഫോം എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഓരോ ഹോർമോണും റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് എന്ത്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ ഇത് റിസപ്റ്ററാണ്, ഇത് ഹോർമോണാണ്. വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയി മാറുന്നു. അങ്ങനെ അത് മാറിയതിന് ശേഷം എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദ സെൽ. ഇങ്ങനെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായതിനു ശേഷം എന്തുണ്ടാവും, സെല്ലിനുള്ളിലെ എൻസൈംസ് എല്ലാം ആക്റ്റീവായിട്ട് സെർട്ടൻ ചേഞ്ചസ് ഒക്കെ ഇൻ സെല്ലുലാർ ആക്ടിവിറ്റീസ്. അതിൻ്റെ കോശപ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്താനായിട്ട് ഈ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സിന് സാധിക്കും. അപ്പോൾ ഈ ഒരു സെല്ലിനകത്തെ എൻസൈംസ് എല്ലാം എന്ത് ചെയ്യും, ആക്റ്റീവ് ആകും. അതിനുശേഷം ചില മാറ്റങ്ങൾ സംഭവിക്കും. സോ ഇങ്ങനെയാണ് ഹോർമോൺസും സെല്ലുമായിട്ടുള്ള ആ ഒരു കണക്ഷനും അതിൻ്റെ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെയും പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആണ് പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് ഓർ പാൻക്രിയാസ്. You have learned that glucose molecules formed as a result of digestion get absorbed into blood.
അത് നമുക്കറിയാം അല്ലേ, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അതൊക്കെ. എന്താണ് പറയുന്നത്? ഡൈജഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. ദീസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മസ്റ്റ് റീച്ച് സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എവിടേക്ക് എത്തും? സെല്ലിലേക്ക് എത്തിയിട്ട് എനർജി, ഊർജ്ജം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദ ഗ്ലാൻഡ് കോൾഡ് പാൻക്രിയാസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദിസ് ആക്ടിവിറ്റി. ഈ ഒരു പ്രവർത്തനത്തിൽ ഏറ്റവും മേജർ റോൾ വഹിക്കുന്നത് ആരാണ്? പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ്. സോ നമുക്ക് നോക്കാം എവിടെയാണ് ഈ പാൻക്രിയാസ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്, എന്താണ് അതിൻ്റെ ഫങ്ഷനിങ്. സോ ഇതാണ് പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. പാൻക്രിയാസ് ഇസ് ദ ഗ്ലാൻഡ് ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ദി ഡ്യോഡിനം, ദ കണ്ടിന്യൂഷൻ ഓഫ് ദി സ്റ്റൊമക്ക്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് എവിടെയാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ഡ്യോഡിനം. സോ ദിസ് സ്ട്രക്ചർ ഇസ് എ ഡ്യോഡിനം. ഇറ്റ് ഈസ് ദി കണ്ടിന്യൂഷൻ ഓഫ് സ്റ്റൊമക്ക്. ദാറ്റ് മീൻസ് ഡ്യോഡിനം ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആമാശയത്തെയും ചെറുകുടലിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഡ്യോഡിനം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി കണ്ടിന്യൂഷൻ ഓഫ് സ്റ്റൊമക്ക്. ആമാശയത്തിൻ്റെ തുടർച്ചയാണ് ഡ്യോഡിനം അഥവാ പക്വാശയം. സോ ഈ ഒരു ഡ്യോഡിനമായിട്ടാണ് പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ത് ചെയ്തിട്ടുള്ളത്? കണക്ട് ചെയ്തിട്ടുള്ളത്. ദ ബീറ്റ സെൽസ് ഇൻ ദ സെൽ ക്ലസ്റ്റർ ഓഫ് ദിസ് ഗ്ലാൻഡ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ ഇൻസുലിൻ ആൻഡ് ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ ഗ്ലൂക്കാഗോൺ. ഈ ഒരു പാൻക്രിയാറ്റിക് ഗ്ലാൻഡിൽ ഉള്ള ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. സോ ദിസ് ഈസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഒരു കൂട്ടം സെല്ലുകളെ, അതായത് പാൻക്രിയാസ് ഗ്ലാൻഡിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം, ദ ക്ലസ്റ്റർ ഓഫ് സെൽസ് പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം സെൽസ് ആണുള്ളത്, ആൽഫ സെൽസും ബീറ്റ സെൽസും. സോ ദിസ് പേർപ്പിൾ പാർട്ട് ഇസ് ആൽഫ സെൽ ആൻഡ് ദ ബ്ലൂയിഷ് പാർട്ട് ഇസ് ബീറ്റ സെൽ. ആൻഡ് ദിസ് 2 type of cells produce different hormones. Alpha cells produce glucagon hormone and beta cells produce insulin hormone. സോ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഡ്യോഡിനവുമായി കണക്ട് ചെയ്തിരുന്ന ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് ദി കണ്ടിന്യൂഷൻ ഓഫ് സ്റ്റൊമക്ക്. ഡ്യോഡിനം എന്ന് പറയുന്നത് ആമാശയത്തിൻ്റെ തുടർച്ചയാണ്. ഈ ഒരു പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്സിൽ കാണുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം സെൽസ് ആണുള്ളത്, ആൽഫ സെൽസും ബീറ്റ സെൽസും. ഈ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇപ്പോൾ നിങ്ങൾക്കിത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ആൽഫ സെൽസ് ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബീറ്റ സെൽസ് ഏത് ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോകാം. അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ അല്ലേ? അപ്പോൾ ബീറ്റ് ഇൻസുലിൻ എന്ന് ചേർത്ത് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകില്ല. ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇൻസുലിൻ ആണ്. സോ ബീറ്റ് ഇൻസുലിൻ എന്ന് ചേർത്ത് ഒന്ന് വായിച്ചൊരു വേർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തെറ്റിപ്പോകാതെ ഓർമ്മയിൽ തന്നെ എപ്പോഴും ഇരിക്കും. എന്നാൽ ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? ഗ്ലൂക്കാഗോൺ. അതിന് ടിപ്പൊന്നുമില്ല. ഗ്ലൂക്കാഗോണും അതുപോലെ തന്നെ ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ഗ്ലാൻഡാണെന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബീറ്റ സെൽ ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ഡൗട്ട് വരിക. ബീറ്റ് ഇൻസുലിൻ എന്ന് ചേർത്ത് പഠിക്കുക കേട്ടോ. ബീറ്റ സെൽ പ്രൊഡ്യൂസേഴ്സ് ഇൻസുലിൻ ഹോർമോൺ, ആൽഫ സെൽ പ്രൊഡ്യൂസേഴ്സ് ഗ്ലൂക്കാഗോൺ ഹോർമോൺ. ഇനി നമുക്ക് ഫസ്റ്റ് വൺ ഈസ് ഇൻസുലിൻ. ഇൻസുലിൻ ആക്ട് ആസ് ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ഇൻസുലിൻ എന്നൊരു ഹോർമോണിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഇൻസുലിൻ ആക്ട് ആസ് എ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ദ ഇൻസുലിൻ കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ്. അതായത് കരളിലും പേശികളിലും ലിവറിലും മസിലിലുമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സോ ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ദ ഇൻസുലിൻ കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ലിവർ ആൻഡ് മസിൽ. എവിടെയൊക്കെ വെച്ചിട്ടാണ്? ലിവറിലും മസിലും ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിനാണ്. നെക്സ്റ്റ് ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. ഗ്ലൂക്കാഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ആൽഫ സെൽസ് ആണ് അല്ലേ? ഇൻസുലിൻ ആണെങ്കിൽ ബീറ്റ സെൽസ്, മറന്നു പോകരുത്. ഗ്ലൂക്കാഗോൺ കൺവേർട്സ് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. ലിവറിൽ, അതായത് കരളിലെല്ലാം സ്റ്റോർ ചെയ്ത് സംഭരിച്ച് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഗ്ലൂക്കാഗോൺ. അപ്പോൾ നേരെ തിരിച്ചാണ് അല്ലേ? ഇൻസുലിൻ്റെ ആ ഒരു ഫംഗ്ഷനോട് നേരെ ഓപ്പോസിറ്റാണ് ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ മാറിപ്പോകാതെ നന്നായി ഓർത്തിരിക്കണം കേട്ടോ. ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്നത് എന്താണ്?
converts the glycogen stored in the liver to glucose. Synthesize glucose from amino acids. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ആര് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കാഗോൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രണ്ട് ഫംഗ്ഷനും നന്നായി പഠിച്ചു വെച്ചാൽ മാത്രമേ ഇനി ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇൻസുലിൻ കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഗ്ലൂക്കാഗോൺ ആണെങ്കിലോ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഗ്ലൂക്കാഗോണിൻ്റെ ഒരു സ്പെല്ലിംഗ് നോക്കൂ, GLU ആണ് അല്ലേ? അപ്പോൾ നമുക്ക് തോന്നും അത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് നമുക്ക് തോന്നും. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണത്, ഗ്ലൈക്കോജനാണ്. അതായത് യു അല്ല, അവിടെ ഒരു വൈ ഇങ്ങനെ എടുത്ത് ആ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഗ്ലൈക്കോജനെയാണ് ആ ഒരു പേര് തന്നെ. ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്നത് എന്താ? ഗ്ലൈക്കോജൻ. രണ്ടും തമ്മിൽ ഒരു സാമ്യം തോന്നുന്നില്ലേ നിങ്ങൾക്ക് പറയുമ്പോൾ? ഗ്ലൂക്കാഗോൺ, ഗ്ലൈക്കോജൻ. ആ ഒരു GO എന്ന് പറയുന്നത് GE എന്ന് പറയുന്നതും ഒരുപോലെ തോന്നുന്നില്ലേ? അപ്പോൾ ആ ഗ്ലൈക്കോജനെയാണ് ഗ്ലൂക്കോസ് ആക്കിയിട്ട് ആര് മാറ്റുന്നത്? ഗ്ലൂക്കാഗോൺ മാറ്റുന്നത്. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ചിലർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നതാണ്? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ് കേട്ടോ. ഒരു കൺഫ്യൂഷൻ, രണ്ടിൻ്റെയും ഫംഗ്ഷൻ തമ്മിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് പറഞ്ഞു തന്നെന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാരാണ്? ഗ്ലൂക്കാഗോൺ. The normal level of glucose in blood is 70 to 110 mg per 100 ml. അതായത് വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 100 ml രക്തത്തിൽ 100 ml ബ്ലഡിൽ 70 to 110 മില്ലിഗ്രാം ആയിരിക്കും എന്തുണ്ടാവുക? ഗ്ലൂക്കോസ് ഉണ്ടാകുക. സോ നോർമൽ ലെവൽ ഗ്ലൂക്കോസ് ആണ് കേട്ടോ പറയുന്നത് 70 to 110. ദാറ്റ് മീൻസ് 110 milligram. The level of glucose in blood is maintained by the combined action of insulin and glucagon. ഈ ഇൻസുലിൻ അതുപോലെ ഗ്ലൂക്കാഗോൺ എന്നീ രണ്ട് ഹോർമോണുകളുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂലമാണ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിച്ചു പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കൺട്രോളിങ് നടക്കുന്നതെന്ന്. ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് 70 to 110 mg per 100 ml. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഒരു നോർമൽ ലെവലാണ് കേട്ടോ ഈ കാണിക്കുന്നത് 70 to 110. ആ ഒരു ഗ്ലൂക്കോസിൻ്റെ അളവ് ഹൈ ആവുകയാണെങ്കിൽ, കൂടുകയാണെങ്കിൽ ഈ രണ്ട് ഹോർമോണിലും എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം. സോ ഇപ്പോൾ എന്താണ് പറയുന്നത്? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് ഒരുപാടുണ്ട് നമ്മുടെ ബ്ലഡിലെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കാഗോൺ എന്തായിരിക്കണം? കുറയണം, ഡിക്രീസസ് ആവണം. കാരണം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ആര് ചെയ്യുന്നത്? ഗ്ലൂക്കാഗോൺ എന്ന ഒരു ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി എന്തായിട്ടിരിക്കുകയാണ്? ഗ്ലൂക്കോസ് ഒരുപാടുണ്ട് നമ്മുടെ ബ്ലഡിൽ. പിന്നീട് ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണെങ്കിൽ ആ ഗ്ലൂക്കോസും എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിൽ വരികയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ത് വേണ്ട? ഗ്ലൂക്കാഗോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയാണ് വേണ്ടത്. ഗ്ലൂക്കോസ് ഇനിയുണ്ട്, അത് കാരണം ഗ്ലൈക്കോജനെ ഒന്നും പിടിച്ച് എന്താക്കേണ്ട ആവശ്യമില്ല, ഗ്ലൂക്കോസ് ആക്കേണ്ട ആവശ്യമില്ല. സോ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്നത് എവിടെ വേണം? കുറഞ്ഞിരിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ എന്തായിരിക്കും? ഇൻക്രീസസ്. കാരണം എന്താണ്? ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ എല്ലാം എടുത്ത് എന്താക്കുന്നുണ്ട്? ഗ്ലൈക്കോജനാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസല്ലേ ഇരിക്കുന്നത്. ഈ ഗ്ലൂക്കോസിനൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനാക്കും. അപ്പോൾ ആ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ മോളിക്യൂൾസിൻ്റെ ആ ഒരു നമ്പർ, അതിൻ്റെ ഒരു അളവ്, മെഷർമെൻറ്റ് എന്ന് പറയുന്നത് കുറയല്ലേ? പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ആകുമ്പോൾ ഇത് കൂടണം. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ എന്ത് ചെയ്യണം? ഇൻക്രീസസ് ആവണം. ബിക്കോസ് ദ ഫങ്ഷൻ ഓഫ് ഇൻസുലിൻ ഈസ് ഇറ്റ് കൺവേർട്സ് ഓൾ ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. സോ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താണ്? ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് 70 to 110 mg per 100 ml becomes low. അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു എമൗണ്ട് കുറയുകയാണെങ്കിൽ, ഗ്ലൂക്കോസ് വേണം അല്ലേ? നമ്മുടെ ബ്ലഡിൽ ഇനി എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. അതിനാര് സഹായിക്കും? പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കാഗോൺ വിൽ ബി ഇൻക്രീസസ്. കാരണം എന്താ? ഗ്ലൈക്കോജൻ. അപ്പോൾ എല്ലാം നമ്മുടെ ബോഡിയിൽ ഗ്ലൈക്കോജൻ ആയിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പിടിച്ച് എന്താക്കും? അതിനൊക്കെ പിടിച്ച് ഗ്ലൂക്കോസ് ആക്കും. അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിലൂടെ നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? കുറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അത് കൂടണം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വേണം? പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കാഗോൺ വിൽ ബി ഇൻക്രീസസ്. സോ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ബിക്കംസ് ഡിക്രീസസ്. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഇറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. അപ്പോൾ എല്ലാ ഗ്ലൂക്കോസും ഗ്ലൈക്കോജൻ ആക്കരുത്, കാരണം ഇവിടെ ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഡിക്രീസ് ആണ് വേണ്ടത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് റെഗുലേഷനാണ്. എക്സാമിലെല്ലാം വന്ന് കണ്ടിട്ടുണ്ട്. ഇതുപോലെ 2-3 കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഈസ് അബൌട്ട് വെൻ ഇൻസുലിൻ ഫെയിൽസ്. How does the deficiency of insulin or the inability of cells to use insulin affect the body? അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ കുറവ് മൂലം എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.
Decreased production of insulin due to the destruction of beta cells or the inability of cells to utilize the insulin produced raises the level of glucose in blood. അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ കുറയാനായിട്ട് എന്തായിരിക്കും കാരണം? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ സെൽസ് ആണ്. സോ ബീറ്റ സെൽസിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ, ദാറ്റ് മീൻസ് എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിലാണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ കുറവുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ദ ഇനബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്, ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനെ ഉപയോഗിക്കാനുള്ള കഴിവ് സെല്ലുകൾക്ക് നഷ്ടപ്പെടുക. അങ്ങനെ ഉണ്ടാകുന്ന ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിക്കംസ് ഇൻക്രീസ് ഇൻ അവർ ബ്ലഡ്. സോ എന്തൊക്കെ രണ്ട് റീസൺ കൊണ്ടാണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത്? ഒന്നെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ സെൽസിന് നാശം സംഭവിക്കാം, അതുമല്ലെങ്കിൽ ഈ ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ആ ഒരു ഇൻസുലിനെ അപ്ടേക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവ് സെൽസിന് നഷ്ടപ്പെടാം. അങ്ങനെയുള്ള ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത്. അതുമൂലം ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. എക്സസ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ഈസ് എക്സ്പെൽഡ് ത്രൂ യൂറിൻ. ഇങ്ങനെ വളരെയധികം ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നോർമലി ദർ ഇസ് നോ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ശരിക്കും പറഞ്ഞാൽ യൂറിനിൽ എന്തില്ല? യൂറിൻ പുറത്തേക്ക് പോകുമ്പോൾ ഗ്ലൂക്കോസ് ഇല്ല. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് വരികയാണെങ്കിൽ അത് യൂറിനിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. Diabetes is clinically referred to as a condition when the level of glucose before breakfast is above 126 mg per 100 ml of blood. അതായത് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ 126 mg per 100 ml മുകളിൽ ആ ഒരു കൗണ്ട് വന്നാൽ, ഷുഗറിൻ്റെ മോളിക്യൂൾസിൻ്റെ കൗണ്ട് വരികയാണെങ്കിൽ അവർ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് പറയാം. ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആർ ദി മേജർ സിംറ്റംസ് ഓഫ് ഡയബറ്റിസ്. ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ സിംറ്റംസ്, ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും, ദാഹമുണ്ടായിരിക്കും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനൊക്കെ തോന്നും. അങ്ങനെയുള്ള ആ ഒരു സിംറ്റംസ്, ലക്ഷണങ്ങളാണ് ഈ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡയബറ്റിസ് രണ്ട് തരത്തിലാണുള്ളത്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. എന്തൊക്കെയാണ് ഈ ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് നോക്കാം. The reason for type 1 diabetes is the defective production of insulin. The reason for this is the destruction of pancreatic beta cell by T lymphocyte, a kind of white blood cells. അതായത് ഈ ഒരു ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ടാകാനുള്ള കാരണം ഇൻസുലിൻ്റെ കുറവാണ്. ഈ ഒരു ഇൻസുലിൻ്റെ കുറവ് ഉണ്ടാകാനായിട്ട് കാരണം എന്താണ്? ഇത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ സെല്ലിൻ്റെ നാശം മൂലമാണ്. ഈ ബീറ്റ സെല്ലിനെ നശിപ്പിക്കുന്നത് ഒരു ടി ലിംഫോസൈറ്റാണ്. വൈറ്റ് ബ്ലഡ് സെൽസിലെല്ലാം കാണുന്ന ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? ബീറ്റ സെല്ലിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും, നാശമുണ്ടാക്കും. അങ്ങനെയാകുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയുമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. പ്രൊവൈഡിങ് ഇൻസുലിൻ ഇൻ പ്രോപ്പർ ക്വാണ്ടിറ്റി ഇസ് ദ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ കുത്തിവെച്ചിട്ട്, അതായത് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഈ ടൈപ്പ് 1 ഡയബറ്റിസ് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The reason for type 2 diabetes is the inability of target cells to make use of insulin. അതായത് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത് ഈ ഒരു ബീറ്റ സെൽസ് ഇൻസുലിൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ആ ഒരു ടാർഗറ്റ് സെല്ലിന്, നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഹോർമോണിന് എന്ത് വേണം? ടാർഗറ്റ് സെല്ല് വേണം, അതിന് സ്പെസിഫിക് റിസപ്റ്ററും വേണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് അത് ശരിക്കും ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ആ ഒരു ഇൻസുലിനെ ടേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ടാർഗറ്റ് സെല്ലിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും എന്തുണ്ടാവാം? ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കുറയാം. അതിന് ഒരു സിംറ്റം എന്ന് പറയുന്നത് ഒബസിറ്റിയും ജീൻ ഡിഫക്റ്റുമാണ്. അതായത് പൊണ്ണത്തടി ഉള്ളവർക്കും അതുപോലെ ജനിതകപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കുമാണ് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് കണ്ടുവരുന്നത്. ദിസ് ക്യാൻ ബി കൺട്രോൾ ത്രൂ എക്സസൈസ്, കൺട്രോൾ ഓഫ് ഫുഡ് ആൻഡ് യൂസ് ഓഫ് മെഡിസിൻസ് ഇഫ് നെസസറി. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മരുന്ന് കഴിച്ചിട്ടും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഭക്ഷണ നിയന്ത്രണത്തിലൂടെയൊക്കെയാണ് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് നടത്തുന്നത് നമുക്ക് നോക്കാം. ടേക്ക് 2 ml ഓഫ് ദ സാമ്പിൾ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മൂത്രമാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 2 ml യൂറിനാണ് എടുക്കുന്നത് ടെസ്റ്റ് ട്യൂബിൽ. ആഡ് 2 ml ബെനഡിക്ട് സൊല്യൂഷൻ ഇൻ ടു ഇറ്റ്. ആ 2 ml യൂറിൻ സാമ്പിളിലേക്ക് 2 ml ബെനഡിക്ട് സൊല്യൂഷനാണ് ഒഴിക്കേണ്ടത്. ഹീറ്റ് ഫോർ 2 minutes. 2 മിനിറ്റോളം ഇത് ഹീറ്റ് ചെയ്യുക. ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ കളർ. ആ കളറിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുക. ഫോർമുലേറ്റ് യുവർ ഇൻഫൻസ് ബൈ കമ്പയറിംഗ് ദ ഗ്ലൂക്കോസ് ഇൻഡിക്കേറ്റർ ഓൺ ദ റിയാജൻ ബോട്ടിൽ. അതായത് ഒരു റിയേജൻ ബോട്ടിലുണ്ട്. ആ റിയേജൻ ബോട്ടിൽ എന്ന് പറയുന്നത് ഈ ബെനഡിക്ട് റിയാജൻ സൊല്യൂഷൻ്റെയാണ് ആ ബോട്ടിലാണ്. ആ ബോട്ടിൽ ഇങ്ങനെ കുറേയധികം കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് കിട്ടുന്ന ആ ഒരു ഹീറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ കിട്ടുന്ന ആ ഒരു സാമ്പിളിൻ്റെ കളറ് എന്താണെന്ന് നോക്കിയിട്ട്, ഈ ബെനഡിക്ട് റിയാജനിലെ ആ ഒരു കുപ്പിയിലെ കളറുമായിട്ട് യോജിച്ച് നോക്കിയിട്ട് എന്താണ് നമ്മുടെ ആ ഒരു ഷുഗർ മോളിക്യൂളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയാണ് പറയുന്നത്. പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്സിനെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.